ഇന്ന് നമ്മൾ TDS അഥവാ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതുപോലെ TCS അഥവാ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ്, അതിന്റെ ഉപയോഗം എന്താണ് എന്നെല്ലാമാണ് നോക്കുന്നത്. TDS എന്നാൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് എന്നാണ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ ചില പ്രത്യേക തരത്തിലുള്ള പേയ്മെന്റുകൾ നടത്തുമ്പോൾ ആ പേയ്മെന്റ് ഒരു നിശ്ചിത പരിധിയേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു നിശ്ചിത ശതമാനം ടാക്സ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷമാണ് നൽകേണ്ടത്. കൊടുക്കുന്ന പേയ്മെന്റിന്റെ സ്വഭാവം അനുസരിച്ച് ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സിന്റെ ശതമാനത്തിൽ വ്യത്യാസം വന്നേക്കാം. പേയ്മെന്റ് എന്നത് എംപ്ലോയർ എംപ്ലോയിക്ക് കൊടുക്കുന്ന സാലറി, ബിൽഡിങ്ങിന്റെയോ മെഷീനറികളുടെയോ ഫർണിച്ചറുകളുടെയോ വാടക, ബാങ്കോ മറ്റ് ബാങ്കിതര സ്ഥാപനങ്ങളോ നൽകുന്ന പലിശ, ഏതെങ്കിലും കോൺട്രാക്ട് വർക്കുകൾക്ക് കൊടുക്കുന്ന കോൺട്രാക്ട് എമൗണ്ട്, ഇൻഷുറൻസ് കമ്പനി ഏജന്റുമാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ, പ്രൊഫഷണൽ സർവീസുകൾക്കുള്ള ഫീസ്, ബ്രോക്കറേജ്, അങ്ങനെ പല തരത്തിലുണ്ട്. എന്തിനാണ് ഇങ്ങനെ പേയ്മെന്റ് നൽകുമ്പോൾ TDS ഡിഡക്റ്റ് ചെയ്യുന്നത്? അതിന്റെ കാരണം പലതാണ്. രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള റവന്യൂ ജനറേഷൻ, പബ്ലിക് സെമി പബ്ലിക് ഗുഡ്സ് അതായത് റോഡ് പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ, പൗരന്മാരുടെ സെക്യൂരിറ്റി അഥവാ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ, അങ്ങനെ പല സാമ്പത്തിക ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയാണ് TDS, TCS എന്നീ പേരുകളിലെല്ലാം ഗവൺമെന്റ് പണം സ്വരൂപിക്കുന്നത്. ഈ ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തം നികുതിദായകനുമായി പങ്കുവെക്കപ്പെടുകയാണ് ഈ TDS എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ സംഭവിക്കുന്നത്. അതുപോലെ ഒരു പേയ്മെന്റ് നടത്തുന്ന സമയത്ത് തന്നെ ഗവൺമെന്റിന് കിട്ടേണ്ട ടാക്സ് ഈടാക്കാൻ TDS കളക്ഷൻ മൂലം കഴിയുന്നു. വർഷാവസാനം കണക്ക് ബോധിപ്പിക്കുന്ന സമയം വരെ ടാക്സിന് വേണ്ടി ഗവൺമെന്റിന് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിൽ ഗവൺമെന്റിന്റെ ക്യാഷ് ഫ്ലോ വർദ്ധിപ്പിക്കും എന്നതാണ് ഇതിന്റെ പ്രധാന അഡ്വാൻറ്റേജ്. പേയ്മെന്റ് നൽകുന്നയാളിനെ നമുക്ക് ഡിഡക്ടർ എന്ന് വിളിക്കാം. ഈ ഡിഡക്ടർ ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് അഥവാ TDS നിശ്ചിത തീയതിക്കുള്ളിൽ ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ടതാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ പലിശ നൽകേണ്ടതായി വരും. അതുപോലെ TDS കിഴിച്ചതും അടച്ചതും ആരിൽ നിന്നാണെന്നും എന്ത് പേയ്മെന്റ് നൽകിയപ്പോഴാണെന്നും ഗവൺമെന്റിനെ അറിയിക്കേണ്ടതുമുണ്ട്. ഈ പ്രോസസ് TDS റിട്ടേൺ ഫയലിംഗ് എന്നറിയപ്പെടുന്നു. വർഷത്തിൽ 4 തവണ, അതായത് ക്വാർട്ടർലി ആണ് TDS റിട്ടേൺ ഫയലിംഗ് ചെയ്യേണ്ടത്. നിശ്ചിത തീയതിക്കുള്ളിൽ ഫയലിംഗ് നടത്തിയില്ലെങ്കിൽ വൈകുന്ന ഓരോ ദിവസത്തിനും 200 രൂപ വീതം ലേറ്റ് ഫീ ആയി നൽകേണ്ടി വരും. ഇനി TDS റിട്ടേൺ ഫയൽ ചെയ്താൽ ഡിഡക്റ്റിക്ക് ഡിഡക്ഷൻ ഡീറ്റെയിൽസ് അടങ്ങിയ സർട്ടിഫിക്കറ്റ് നൽകണം. സാലറിക്കാർക്ക് ഫോം 16 എന്ന പേരിൽ വർഷത്തിലൊരിക്കലും, അല്ലാത്തവർക്ക് ഫോം 16A എന്ന പേരിൽ റിട്ടേൺ ഫയലിംഗ് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിലുമാണ് ഇത് നൽകേണ്ടത്. ഇതാണ് TDS സർട്ടിഫിക്കറ്റ്. ഇനി പ്രധാനപ്പെട്ടതാണ് PAN അഥവാ ടാക്സ് ഡിഡക്ഷൻ അക്കൗണ്ട് നമ്പർ. ഓരോ ഡിഡക്ടറും TDS ഡിഡക്റ്റ് ചെയ്യാൻ ഒരു 10 അക്ക ആൽഫ ന്യൂമറിക് നമ്പർ ആയ PAN എടുക്കേണ്ടതാണ്. എല്ലാ TDS റിലേറ്റഡ് കാര്യങ്ങൾക്കും PAN നിർബന്ധമാണ്. PAN അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പർ ഇല്ലാത്ത വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ PANന് അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ എന്താണ് PAN? ഇതും ഒരു 10 ഡിജിറ്റ് ആൽഫ ന്യൂമറിക് നമ്പറാണ്. ലാമിനേറ്റഡ് രൂപത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു യുണീക്ക് നമ്പറാണ് PAN നമ്പർ. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് PAN നമ്പർ ഉപയോഗിച്ചാണ് ഓരോ ടാക്സ് പെയറിനെയും ഐഡന്റിഫൈ ചെയ്യുന്നത്. PAN ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കിയാലോ. A മുതൽ Z വരെയുള്ള ആൽഫബറ്റുകളുടെ കോമ്പിനേഷനാണ് ആദ്യത്തെ 3 ക്യാരക്ടേഴ്സ്. 4ാമത്തെ ക്യാരക്ടർ PAN ഹോൾഡറുടെ സ്റ്റാറ്റസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് P ഇൻഡിവിജ്വലിനെയും, F ഫേമിനെയും, C കമ്പനിയെയും, HUF അഥവാ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയെയും, AUP അഥവാ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് എന്നതിനെയും, T ട്രസ്റ്റിനെയും, G ഗവൺമെന്റിനെയും റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി 5ാമത്തെ ക്യാരക്ടർ PAN ഹോൾഡറിന്റെ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സർ നെയിമിന്റെ ആദ്യത്തെ അക്ഷരമായിരിക്കും. അടുത്ത 4 ക്യാരക്ടേഴ്സ് 0000 മുതൽ 9999 വരെയുള്ള നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അവസാനത്തെ ക്യാരക്ടർ ഒരു ചെക്ക് ഡിജിറ്റ് ആണ്. ഡിഡക്ടർ ഡിഡക്റ്റ് ചെയ്യുന്ന TDS തൊട്ടടുത്ത മാസം 7-ാം തീയതിക്കുള്ളിലാണ് ഗവൺമെന്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ട്രഷറി വഴിയോ ബാങ്കിൽ ചലാനായോ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് വഴിയോ TDS അടയ്ക്കാവുന്നതാണ്. ഡിഡക്ടർ ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് യഥാസമയം അടയ്ക്കാത്ത അവസ്ഥയിൽ TDS സെക്ഷൻ 201A പ്രകാരം 2 തരത്തിലാണ് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നത്.
ഒന്ന് TDS ഇൻട്രസ്റ്റ് ഫോർ ലേറ്റ് ഡിഡക്ഷൻ. ഇത് പ്രകാരം TDS ഡിഡക്റ്റ് ചെയ്യാൻ വൈകുന്ന ഓരോ മാസത്തിനും 1% വീതം പലിശ നൽകേണ്ടതാണ്. ഉദാഹരണത്തിന് 5000 രൂപ TDS ആയി ഡിഡക്റ്റ് ചെയ്യേണ്ടിയിരുന്നത് മെയ് 30-നായിരുന്നു. പക്ഷേ ഡിഡക്റ്റ് ചെയ്തത് ജൂൺ 10-നാണ് എന്ന് കരുതുക. ഈ കേസിൽ ഇൻട്രസ്റ്റ് 1% 2 മാസത്തേക്ക് ബാധകമാവും. അപ്പോൾ 5000 ഇൻറ്റു 1% പെർ മന്ത് ഇൻറ്റു 2 മാസം സമം 100 രൂപയാണ് ചാർജ് ചെയ്യുക. 2. TDS ഇൻട്രസ്റ്റ് ഫോർ ലേറ്റ് പേയ്മെൻറ്റ്. ഉദാഹരണത്തിന് 5000 രൂപ TDS ജനുവരി 13-ന് ഡിഡക്റ്റ് ചെയ്തു. പക്ഷേ അടച്ചത് മെയ് 17-നാണ് എന്ന് കരുതുക. അപ്പോൾ ജനുവരി 13-ന് ഡിഡക്റ്റ് ചെയ്ത TDS ഡെപ്പോസിറ്റ് ചെയ്യേണ്ടിയിരുന്നത് ഫെബ്രുവരി 7-നുള്ളിലായിരുന്നു. അത് ചെയ്യാത്തതുകൊണ്ട് ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇങ്ങനെ 5 മാസത്തേക്ക് 1.5% വീതം 375 രൂപയാണ് പലിശ ബാധ്യത വരുന്നത്. ഇനി TDS റിട്ടേൺ ഫയലിങ്ങിൻ്റെ ഡ്യൂ ഡേറ്റ് ഏപ്രിൽ, മെയ്, ജൂൺ, അതായത് ആദ്യത്തെ ക്വാർട്ടർ. അതിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ജൂലൈ 31-നോ അതിന് മുമ്പോ ആണ്. അതുപോലെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, അതായത് സെക്കൻഡ് ക്വാർട്ടർ. ആ സെക്കൻഡ് ക്വാർട്ടറിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഒക്ടോബർ 31-ന് മുമ്പാണ്. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ തേർഡ് ക്വാർട്ടർ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ജനുവരി 31-ന് മുമ്പും. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് ഏപ്രിൽ 30-നല്ല, പകരം മെയ് 31-ന് മുമ്പാണ്. അവസാനത്തെ ക്വാർട്ടറിൽ മാത്രം നമുക്ക് എക്സ്ട്രാ 1 മാസം സമയം തരുന്നുണ്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി. റിട്ടേൺ ഫയൽ ചെയ്യേണ്ട തീയതിക്കുള്ളിൽ ഫയൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഫയൽ ചെയ്യുന്നത് വരെയുള്ള ഓരോ ദിവസത്തിനും, അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് ഫയൽ ചെയ്യുന്നത് വരെയുള്ള ഓരോ ദിവസത്തിനും സെക്ഷൻ 234E പ്രകാരം 200 രൂപ വീതം ലേറ്റ് ഫയലിംഗ് ഫീ ആയി അടയ്ക്കേണ്ടതാണ്. അതായത് ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ ആ 10 ദിവസത്തേക്ക് ഒരു ദിവസം 200 രൂപ വീതം 2000 രൂപ ലേറ്റ് ഫീ അടയ്ക്കേണ്ടതാണ്. ഇനി എന്താണ് TCS അഥവാ ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് നോക്കാം. ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 206C പ്രകാരമുള്ള ഗുഡ്സിന്റെ വിൽപ്പനയിൽ വിൽക്കുന്നയാൾ വാങ്ങുന്നയാളിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്യുന്നതിനെയാണ് TCS എന്ന് പറയുന്നത്. അതായത് വാങ്ങുന്നയാൾ സാധനത്തിന്റെ വിലയ്ക്കൊപ്പം TCS കൂടെ വിൽക്കുന്നയാളിന് നൽകണം. ഇനി TCS ബാധകമാകുന്ന ചില ഗുഡ്സ് ഒന്ന് നോക്കാം. ടെൻഡു ലീവ്സ്, ടിമ്പർ, സ്ക്രാപ്പ്, ടോൾ പ്ലാസയിൽ പിരിക്കുന്ന ടോള്, മൈനിങ്, ഇവയുടെ എല്ലാം ട്രാൻസാക്ഷനുകൾക്ക് 1% മുതൽ 5% വരെ TCS അപ്ലിക്കബിൾ ആണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു TDSന്റെ പേയ്മെന്റിന്റെ സ്വഭാവം അനുസരിച്ച് ടാക്സിന്റെ റേറ്റിൽ വ്യത്യാസം വരുന്നു. അപ്പോൾ ആ പേയ്മെന്റിന്റെ സ്വഭാവം എന്ന് പറയുന്നതാണ് ഈ നേച്ചർ ഓഫ് പേയ്മെന്റ്. അപ്പോൾ ഓരോ നേച്ചർ ഓഫ് പേയ്മെന്റിനനുസരിച്ച് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഓരോ സെക്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 192 എന്ന് പറയുന്ന സെക്ഷനിലെ സാലറി ആണ്. ഈ സാലറിയിൽ എത്രയാണ് TDS പിടിക്കേണ്ടത് എന്നുള്ളത് ഇൻകം ടാക്സിന്റെ സ്ലാബിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സിന്റെ സ്ലാബ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ കാണാം. 194C എന്ന് പറയുന്നത് കോൺട്രാക്ടേഴ്സിനുള്ള പേയ്മെന്റ് ആണ്. ആ പേയ്മെന്റിൽ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ 1%, ഇൻഡിവിജ്വൽസ് അല്ല ഫേമുകളോ കമ്പനികളോ ഒക്കെ ആണ് അവരിൽ നിന്നാണ് TDS പിടിക്കുന്നത് എന്നുണ്ടെങ്കിൽ 2% വേണ്ടത്. അത് ഈ അപ്ലിക്കബിലിറ്റി ഈ കോവിഡ് ലോക്ക്ഡൗൺ പ്രമാണിച്ച് ഗവൺമെന്റ് നമുക്കൊരു 25% ഡിഡക്ഷൻ തന്നിട്ടുണ്ട്. ആളുകളുടെ കയ്യിൽ ക്യാഷിന്റെ ലിക്വിഡിറ്റി റേഷ്യോ കൂട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ഇങ്ങനെ ഒരു 25% ഡിഡക്ഷൻ തന്നിട്ടുള്ളത്. അത് പ്രകാരം നോക്കിയാൽ ഇപ്പം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് 10% നമുക്ക് ടാക്സ് കളക്ട് ചെയ്യേണ്ടത്. ആ 10% സാധാരണ സ്റ്റാൻഡേർഡ് റേറ്റ്. അത് 1/4/2020 മുതൽ 13/5/2020 വരെ ഉള്ളൂ. അതിനുശേഷം 14/5 മുതൽ ഈ ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്ന 31/3/2021 വരെ 25% ഡിഡക്ട് ചെയ്തിട്ടുള്ള റേറ്റായ 7.5% മാത്രമേ TDS ആയി ഡിഡക്ട് ചെയ്യേണ്ടതുള്ളൂ. സാധാരണ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് ഉപയോഗപ്രദമാവുന്ന കുറച്ച് സെക്ഷനുകളും അതിന്റെ ടാക്സ് റേറ്റുകളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിന്റെ റേറ്റ് ചാർട്ട് ഞാൻ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് TCS, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. സ്ക്രാപ്പ് വിൽക്കുന്ന സമയത്ത് നമുക്ക് 1% TCSും കൂടെ കളക്ട് ചെയ്യണം. അത് 13/5 ശേഷമാണെങ്കിൽ 0.75% മാത്രമേ വേണ്ടൂ.
ഇതാണ് ടാക്സ് റേറ്റുകൾ. നമ്മൾ മുമ്പ് ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ആ ഡെപ്പോസിറ്റ് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ വരുന്ന പെനാൽറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വൈകി കഴിഞ്ഞാൽ വരുന്ന ഇൻട്രസ്റ്റിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടാക്സ് 2 രീതിയിലാണ് ഉള്ളത്. ഒന്ന് ഗവൺമെന്റ് ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. 2 സാധാരണ ബാങ്കുകളിൽ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായി ചലാൻ അടച്ചിട്ടോ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത ടാക്സ് പ്രോപ്പർ ആയിട്ടാണോ വന്നിട്ടുള്ളത്, അതായത് ഡെപ്പോസിറ്റ് ചെയ്തത് കറക്റ്റ് ആണോ, നമ്മുടെ ടാൻ നമ്പറിൽ കയറിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു സൂത്രമുണ്ട്. അത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ അതറിയാൻ നമുക്ക് ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിനകത്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായി നമ്മളുടെ ടാൻ നമ്പർ കൊടുത്ത് ഏത് മാസത്തെ ആണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് പ്രോപ്പർ ആണോ, ഈ കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാനുള്ള മാർഗമുണ്ട്. ഇതാണ് ആ സൈറ്റ് tin.nsdl.com ഓൾട്ടാസ് ഇൻഡെക്സ്. അത് ഓൾട്ടാസ് ചലാൻ സ്റ്റാറ്റസ് ഇൻക്വയറി എന്ന ഒരു പേരിലുള്ള ഒരു പേജ് ആണ് വരുന്നത്. അവിടെ ടാൻ ബേസ്ഡ് വ്യൂ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ടാൻ നമ്പർ അടിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്ന് മുതൽ എന്ന് വരെയുള്ള ഡെപ്പോസിറ്റിനെ ആണ് അറിയേണ്ടത് എന്നത് അതും നമുക്ക് വെരിഫൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം നോക്കാം. ഞാനിപ്പം ഒരു ടാൻ നമ്പർ എൻ്റർ ചെയ്തു. എനിക്ക് വേണ്ടത് 1 മെയ് 2019 മുതൽ 1 ഒക്ടോബർ 2019 വരെയാണ് എന്ന് വിചാരിക്കാം. BKLYD. അപ്പോൾ ഇത് ഒരു ക്യാപ്ച കോഡാണ്. വ്യൂ ചലാൻ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്ക് ഈ കാലയളവിൽ എമൗണ്ടുകൾ എത്രത്തോളം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, എന്ത് പേരിലാണ്, ഏത് നേച്ചറാണ് എൻ്റെ പേയ്മെന്റ്. ഇപ്പം പേ ടു ഗവൺമെന്റ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഇത് ഗവൺമെന്റ് എംപ്ലോയീസിന് കൊടുത്ത സാലറിയാണ്. ഇനി ഈ സെക്ഷൻ പ്രകാരമല്ല കോൺട്രാക്ടേഴ്സിന് കൊടുത്താണെങ്കിൽ അതിന്റെ സെക്ഷനും അതിന്റെ പേരും ഇവിടെ വരും. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടൊരു എമൗണ്ട് ഇട്ട് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഞാൻ അടച്ചിട്ടുള്ളത് എനിക്ക് 100 രൂപയാണോ എന്ന് അറിയണമെങ്കിൽ കൺഫേം എമൗണ്ട് കൊടുത്തു. എമൗണ്ട് നോട്ട് മാച്ച്ഡ്. അപ്പോൾ നമ്മൾ അടച്ച എമൗണ്ട് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. ഓക്കെ, ഞാനിപ്പം 7ാം മാസത്തില് ചലാൻ നമ്പർ 17 പ്രകാരം ഗവൺമെന്റ് എംപ്ലോയീസിന്റെ പേയ്മെന്റ് ആണ്. സാലറി കൊടുത്തപ്പോൾ ടോട്ടൽ 40,500 രൂപ TDS പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കയ്യിലൊരു ചലാൻ ഉണ്ടാവും. ആ ചലാനും ഇതും ഈക്വൽ ആയിരിക്കാം. ഇനിയിപ്പോൾ ചലാൻ ഇല്ലെങ്കിൽ തന്നെ നമുക്കിത് വെരിഫൈ ചെയ്യാനുള്ള വഴിയാണിത്. ഈ ഡേറ്റിലാണ് ഇത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഒരു വഴി. ഇനി രണ്ടാമത് ഒരു വഴിയുണ്ട്. അത് ഗവൺമെന്റ് ട്രഷറികളിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റ് സ്റ്റാഫുകൾക്കൊക്കെ ആണെങ്കിൽ ഈ സ്പാർക്ക് വഴിയൊക്കെ സാലറി കിട്ടുമ്പോൾ അവർക്ക് TDS ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനത്തിന്റെ ടാൻ നമ്പറിൽ എത്ര സ്റ്റാഫുകളുണ്ടോ അവരുടെ കയ്യിൽ നിന്നും മുഴുവനായ TDSകൾ എടുത്ത് അതൊക്കെ കൂടെ ട്രഷറിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ അത് എത്രയാണ് എന്ന് അറിയാൻ വേണ്ടി വേറൊരു സൈറ്റ് ആണുള്ളത്. അത് onlineservices.tin.egov-nsdl.com. അതിൽ വ്യൂ ബിൻ എന്ന് പറഞ്ഞ ഒരു സൈറ്റാണ്. ഇത് ടാക്സ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എന്നാണ് അതിന്റെ ഹെഡിങ് ഉണ്ടാവുക ആ പേജിന്റെ. അതിലും നമുക്ക് ടാൻ നമ്പർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ടൊരു ടാൻ നമ്പർ കൊടുക്കുകയാണ്. ഇവിടെ നേച്ചർ ഓഫ് പേയ്മെന്റ് അല്ലെങ്കിൽ ഫോം ടൈപ്പ് എന്ന് പറയുന്നുണ്ട്. ഈ ഫോം ടൈപ്പ് നമ്മളിപ്പം തൽക്കാലം സാലറി ആണ് നോക്കുന്നത്. ബാക്കി ഏതൊക്കെ ഫോമുകളാണ് ഉള്ളതെന്നുള്ളത് വഴിയെ പറയാം. അപ്പോൾ നേച്ചർ ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ TDS റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ഓരോ തരം പേയ്മെന്റുകൾക്കും ഓരോ ഫോമുകളാണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സാലറി ആണ് എന്നുണ്ടെങ്കിൽ ഫോം 24Q. നോൺ സാലറി, അതായത് കോൺട്രാക്ടേഴ്സിന് കൊടുക്കുന്ന കോൺട്രാക്ട് എമൗണ്ട്, റെന്റ്, അങ്ങനെയുള്ള സാലറി ഒഴികെയുള്ള മറ്റ് പേയ്മെന്റുകളാണെങ്കിൽ ഫോം 26Q ആണ് ഉപയോഗിക്കുക. ഇനി നോൺ സാലറി നോൺ റെസിഡന്റുകാർക്കാണെങ്കിൽ, ഇന്ത്യക്ക് വെളിയിലുള്ള ആളുകൾക്ക് വല്ല പേയ്മെന്റുകൾ കൊടുക്കുകയാണെങ്കിൽ 27Q എന്ന് പറഞ്ഞ ഫോമാണ് TDS റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ TCS, അതായത് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, TCSന് ഫോം 27EQ ആണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ TDS റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഫോമാണ്. ഈ ഫോമിൽ, അതായത് 24Q എന്ന് പറയുന്നത് സാലറിക്കാരുടെ കയ്യിൽ നിന്ന് പിടിച്ച TDSകൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ സാലറി ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഞാൻ ഫോം 24Q സെലക്ട് ചെയ്തു. ഇനി ഇവിടെ അക്കൗണ്ട്സ് ഓഫീസ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടെ ഉണ്ട്. അതായത് ഓരോ ട്രഷറിക്കും ഓരോ AIN ഉണ്ടായിരിക്കും. ഓരോ ട്രഷറിക്കും ഇൻഡിവിജ്വലി ഒരു നമ്പർ ഉണ്ടായിരിക്കും. ഈ നമ്പർ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ ട്രഷറിയിൽ നോക്കിയാൽ ചോദിച്ചാലോ ഓരോ ട്രഷറിക്കുമുള്ള നമ്പറോ നമുക്കറിയാം.
ആ നമ്പർ തൃശ്ശൂരത്തെ ട്രഷറി ആണ് എന്നുണ്ടെങ്കിൽ തൃശ്ശൂരത്തെ ട്രഷറി 1045,951 ആണ് അവിടുത്തെ AIN നമ്പർ. ഞാൻ നോക്കുന്നത് ഇവിടെ ഓരോ മാസത്തിലെ അവസാനത്തെ ദിവസം മാത്രമാണ് ട്രഷറിയിൽ അടയ്ക്കാൻ പറ്റുള്ളൂ. നമ്മൾ ചലാൻ അടയ്ക്കുകയാണെങ്കിൽ എന്ന് വേണമെങ്കിലും നമുക്ക് ബാങ്കിലോ ഓൺലൈനായിട്ടോ അടയ്ക്കാൻ പറ്റും. ട്രഷറിയിലാണെങ്കിൽ എന്നൊക്കെ അടയ്ക്കുകയാണെങ്കിലും അത് ഒറ്റ തവണയായിട്ടാണ്, മാസത്തിൽ ഒരു തവണയായിട്ടാണ് അവർ ട്രഷറിക്കാരുടെ ഒരു റിട്ടേൺ ഫയലിംഗ് ഉണ്ട്. ആ റിട്ടേൺ അനുസരിച്ചാണ് നമ്മുടെ ടാങ്കിലേക്ക് ഈ എമൗണ്ട് കയറുള്ളൂ. അത് മാസത്തിൽ ഒരു തവണ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് അവസാനത്തെ ദിവസം, മാസത്തിന്റെ 30-ഓ 31-ഓ അവസാനത്തെ ദിവസം എന്നാണെങ്കിൽ അന്നാണ് ഈ എമൗണ്ട് കയറുള്ളൂ. നമുക്ക് നോക്കാം. ഇപ്പോൾ സെപ്റ്റംബർ 2019 മുതൽ ഡിസംബർ 2019 വരെയാണ് ഞാൻ നോക്കുന്നത്. GFE 3T. അപ്പോൾ ഇതിലെ അടച്ച ഡേറ്റ് 30/9, 31/10, 30/11, 31/12 അങ്ങനെ എല്ലാ മാസവും അവസാനത്തെ തീയതിയിലാണ്. ഇതിനൊരു സീരിയൽ നമ്പർ ഉണ്ടായിരിക്കും. ഇതിനകത്തൊരു റെസീപ്റ്റ് നമ്പർ ഉണ്ടായിരിക്കും. ഡിസ്ട്രിക്ട് ട്രഷറി ഓഫീസർ തൃശ്ശൂർ, അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് ട്രഷറിയിലാണ് ഇത് അടച്ചിട്ടുള്ളത്. അതിന്റെ AIN നമ്പർ നമ്മൾ നേരത്തെ കൊടുത്തതാണ്. നമ്മളുടെ എമൗണ്ട് കറക്റ്റ് ആണോ എന്ന് വെറുതെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഇവിടെ അടച്ച എമൗണ്ട് അറിയാവുന്നത് കൊണ്ട് അത് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ എമൗണ്ട് കൊടുത്തു, അത് മാച്ച്ഡ് ആണ്. ഇനി വേറെ ഏതെങ്കിലും എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ അത് മിസ്മാച്ച് ഇൻ എമൗണ്ട് എന്നാണ് പറയുക. അപ്പൊ ഇവിടെ എമൗണ്ടിൽ മിസ്മാച്ച് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും, പക്ഷേ അത് എറർ ആയിരിക്കും. നമുക്ക് TDS ഡിപ്പാർട്ട്മെന്റിൽ നോട്ടീസും വരും. അപ്പൊ അത് ഒഴിവാക്കാൻ ആദ്യം തന്നെ നമ്മൾ TDS റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ചലാൻ അടയ്ക്കുകയാണെങ്കിൽ ചലാന്റെ എമൗണ്ടും, അതല്ല ട്രഷറി വഴിയാണ് TDS പിടിച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇത് TDS ട്രഷറിയിലും ചെക്ക് ചെയ്ത് നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം ഫയൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. 2019-20 ഫൈനാൻഷ്യൽ ഇയറിലെ ലാസ്റ്റ് ക്വാർട്ടർ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ TDS റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനുള്ള അവസാന ഡേറ്റ് 2020 ജൂൺ 30 വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് TDS സംബന്ധമായിട്ട് പ്രാഥമികമായി പറയാനുള്ളത്. TDS എന്താണ്, TDS എന്തിനാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും വന്നു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.